കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖന നിരകളിൽ ഏറ്റവും അനുഗ്രഹീതമായൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ലേഖന നിരകളിൽ 4 ലേഖനങ്ങൾക്ക് ഏറെ വ്യത്യസ്തതയുണ്ട്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം. 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈടുറ്റ ലേഖനങ്ങളിൽ കൊലോസ്യ ലേഖനം ക്രിസ്തു വിജ്ഞാനികതയെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, ക്രിസ്തുശാസ്ത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന അനുഗ്രഹീതമായൊരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഈ ലേഖനത്തിലൂടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. അപ്പോൾ 3:15 നമ്മൾ വായിച്ച വാക്യം ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനായി പോകുന്ന വിഷയം ഇതാണ്: ഹൃദയത്തിൽ വസിക്കേണ്ടത് അഥവാ ഹൃദയത്തിൽ വാഴേണ്ടത്. കാരണം ഹൃദയം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരു ചിന്തകൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിൻ്റെ വർക്ക്ഷോപ്പാണ് ഹൃദയമെന്നാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യൻ്റെ അകത്തു നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നു തന്നെ. അപ്പോൾ ഹൃദയത്തിന് വലിയ പ്രാധാന്യതയുണ്ട്. സ്തോത്രം. സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്വഭാവം, അതായിരിക്കും നമ്മുടെ പ്രവൃത്തി. പകയും വിദ്വേഷവും പിണക്കവും കോപവും ക്രോധവും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്വഭാവം, അതായിരിക്കും നമ്മുടെ പ്രവൃത്തി. അപ്പോൾ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നമ്മിൽ വെളിപ്പെട്ടു വരുന്നത്. ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ട്. കൊലോസ്യ എന്ന് പറയുന്ന പട്ടണം പുരാതന ഭൃഗ്യയുടെ, അതായത് ഇന്നത്തെ ആധുനിക തുർക്കിയുടെ പശ്ചിമ തീരത്ത് മെയാൻഡറിൻ്റെ പോഷക നദിയായ ലൈക്കസ് എന്ന നദിയുടെ ദക്ഷിണ തീരത്തുള്ള 3 പട്ടണങ്ങൾ, ഹിയരാപോലിസ്, ലവോദിക്ക, കൊലോസിയ, 3 പട്ടണങ്ങൾ. അതിൽ കൊലോസിയ എന്ന പട്ടണം ചായപൂശലിൻ്റെയും പട്ടുവ്യാപാരത്തിൻ്റെയും നെയ്ത്തു വ്യാപാരത്തിൻ്റെയും ഒരു സ്ഥിരാകേന്ദ്രമാണ്. അവിടെ ബഹുവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതചിന്തകളുമൊക്കെ സമ്മേളിച്ച് കിടക്കുന്നൊരു ഭൂമിയാണ്. ഈ സ്ഥലം വാസ്തവത്തിൽ ഇരുളിൻ്റെ ആധിപത്യങ്ങൾ ഇരുണ്ട് മൂടിക്കിടക്കുന്നൊരു പ്രദേശമാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളുടെ അടിവേരുകൾ ഉറഞ്ഞു തുള്ളിക്കിടക്കുന്നൊരു സ്ഥലം. ഇവിടേക്ക് അപ്പോസ്തലികത്വത്തിൻ്റെ അഭിഷേകമുള്ള എപ്പഫ്രാസ് ഇറങ്ങിയതോടുകൂടി ആ പട്ടണത്തെ ഗ്രസിച്ചു കിടന്ന പൈശാചിക ശക്തിയുടെ കെട്ടുകൾ ഒരുപോലെ പൊട്ടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ച ദൈവജനം ഒരുമിച്ച് ഇറങ്ങുമ്പോൾ, അഭിഷേകത്തിൻ്റെ നിറവുള്ള ദൈവദാസന്മാർ ഇറങ്ങുമ്പോൾ പട്ടണങ്ങളെ ഗ്രസിച്ചു കിടക്കുന്ന സകല ആധിപത്യങ്ങളുടെ കെട്ടുകൾ പൊട്ടും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇരുളിൻ്റെ ആധിപത്യങ്ങൾ എത്ര ഇരുണ്ട് മൂടിക്കിടന്നാലും അഭിഷേകമുള്ളവൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ കെട്ടുകൾ പൊട്ടും. ആധിപത്യത്തിൻ്റെ അടിവേരുകൾ ഇന്ന് രാത്രിയിൽ വിളകും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അഭിഷേകമുള്ള ദൈവജനം ഒരുമിച്ച് രാത്രിയിൽ ഇവിടെ കൂടിയപ്പോൾ ഈ ദേശത്തിൻ്റെ ബലാധിപത്യം പറഞ്ഞുറപ്പിച്ചു കിടക്കുന്ന അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളുടെ അടിവേരുകൾക്ക് ഇളക്കം സംഭവിച്ചിരിക്കുന്നത് അന്ധരാത്മാവിൽ അറിയുന്ന ദൈവജനം ഇന്ന് രാത്രിയിൽ മൗനമായിരിക്കരുത്. അടകരഹസ്യാംധേനിയ അഭിഷേകം പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ദൈവകൃപ പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ഈ രാത്രി വായ് തുറന്ന് സ്തുതിക്കാൻ കഴിയുന്നവർ, അന്യഭാഷകളിൽ ആരാധിക്കാൻ കഴിയുന്നവർ, അഭിഷേകത്തിൽ ആരാധിക്കാൻ കഴിയുന്നവർ അല്പസമയം ഇന്ന് രാത്രിയിൽ ശക്തമായി കർത്താവിനെ ഒന്ന് ആരാധിക്കട്ടെ. ഈ പുൽപ്പറ്റിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് ഈ പന്തലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മനിറവിനകത്തിരിക്കുന്ന ദൈവജനത്തെ ഇന്ന് രാത്രിയിൽ അതരം പൂട്ടി ഇരിക്കാതെ വായ് തുറന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മനിറവിൽ ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ്. പൗലോ ആമേൻ എപ്പഫ്രാസ് അവിടെ ഇറങ്ങി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയ്ക്ക് പരിശുദ്ധാത്മാവ് അടിസ്ഥാനമിട്ടു. സഭ വളരാൻ തുടങ്ങി, ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടാൻ തുടങ്ങി. പക്ഷേ അന്നും ഇന്നും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം വ്യാപകമായ ദുരുപദേശങ്ങളാണ്. ആ ദുരുപദേശങ്ങൾ എബിയോനിസം, ഡൊസറ്റിസം, അപ്പലനേറിയസം, അറിയൂസ് മതം, യൂണിറ്റേറിയനിസം, സ്റ്റോയിസം, നോസ്റ്റിസം, ഇങ്ങനെ തുടങ്ങി നിരവധി ഇസങ്ങളും യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദൈവസഭയ്ക്കകത്ത് വലിയ സ്വാധീനതയുണ്ടായി.
യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം, ആളത്വം, ആസ്തിക്യം ഇതിനൊക്കെ എതിരായി നിരവധി നുണക്കഥകൾ പ്രചാരമായി. അതിൽ നോസ്റ്റിസം എന്ന് പറയപ്പെടുന്ന ഒരു അപകടകരമായ ആശയം കൊലോസി സഭയ്ക്കകത്ത് സ്ഥാനം പിടിച്ചു. ആ നോസ്റ്റിസം എന്ന ആശയം പലരെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ നിന്നകറ്റി, നിത്യതയുടെ വെളിപ്പാടിൽ നിന്നകറ്റി, ലോകമയത്വം സഭയ്ക്കകത്ത് കടന്നുകൂടി. ഒരാത്മീക പാപ്പരത്വം, ഒരാത്മീക മൂല്യച്യുതി സഭയ്ക്കകത്ത് സംഭവിക്കാൻ തുടങ്ങി. സഭയുടെ ആത്മീക പതനം കണ്ട് വാസ്തവത്തിൽ ആമേൻ ഈ ദൈവദാസൻ വളരെ ഭാരപ്പെട്ടു. അദ്ദേഹം ദൈവസനത്തിൽ മാറി മുഴങ്കാലിരുന്നു. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡിബേറ്റിനായി നിന്നില്ല. ദൈവസനത്തിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, നേരെ റോമിലേക്ക് പോകാൻ. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം അദ്ദേഹം റോമിലേക്ക് യാത്ര തിരിച്ചു. 1600 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് താൻ റോമിലേക്ക് പോകുകയാണ്. അഡ്രിയാറ്റിക് സമുദ്രം അടക്കമുള്ള സമുദ്രങ്ങൾ താണ്ടിയുള്ള യാത്ര. എൻ്റെ പ്രിയരെ, ഇങ്ങനെ പ്രാണനെ കൈപ്പിടിച്ചുകൊണ്ടുള്ള യാത്ര, പ്രക്ഷുബ്ധമായ വീശിയടിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, മരണം വിതയ്ക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങളിലൂടെ, ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത വിജനമായ വഴികളിലൂടെ ഒറ്റയ്ക്ക് പതിയിരിപ്പുകാരും കൊള്ളക്കാരും മരണവും പതിയിരിക്കുന്ന സ്ഥലത്തുകൂടെ ആ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ എപ്പഫ്രാസേ, എന്തിനാണ് ഇങ്ങനൊരു റിസ്ക് എടുക്കുന്നത്? എപ്പഫ്രാസിന്റെ മറുപടി, എൻ്റെ സഭയൊന്നും മടങ്ങി വരണം. ഹല്ലേലൂയ. പ്രാണനേക്കാൾ വലിയതായി സഭയുടെ മടങ്ങി വരവിന് വേണ്ടി ആ ദൈവദാസൻ കൊതിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മഭാരമുള്ള എപ്പഫ്രാസ്മാർ ഇതിനകത്തുണ്ടെങ്കിൽ സഭയ്ക്കൊരു മടങ്ങി വരവുണ്ട്. ആത്മീക മണ്ഡലത്തിനൊരു മടങ്ങി വരവുണ്ട്. ഈ കോട്ടയമല കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് തിരയുന്നത് സമർപ്പണമുള്ള എപ്പഫ്രാസ്മാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഒരു പുതപ്പ് നിങ്ങളുടെ മേൽ വീഴുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാണനേക്കാൾ ജീവനേക്കാൾ വലിയതായി സഭയെ കണ്ടുകൊണ്ട് റോമിലേക്ക് യാത്ര തിരിച്ച ദൈവമനുഷ്യൻ റോമിലെത്തി. പൗലോസിനെ കണ്ടു. പൗലോസ് 1-ാം പ്രാവശ്യം റോമിൽ തടവറയിൽ കിടക്കുകയാണ്. ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യൻ, ആമേൻ, ഒരു കോടതികളിലും വിസ്തരിക്കാത്ത മനുഷ്യൻ. പക്ഷേ ഒരു കുറ്റവാളിയെ പോലെ പൗലോസിനൊപ്പം ആ തടവറയിൽ കഴിഞ്ഞു. സഭയെക്കുറിച്ച് കേട്ടപ്പോൾ, നിരവധി സഭകളെക്കുറിച്ച് ചിന്താഭാരമുള്ള ദൈവമനുഷ്യൻ പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതി. അതിൽ കൊലോസി ലേഖനം എഴുതി. കൊലോസി ലേഖനം 4 അധ്യായം 95 വാക്യങ്ങൾ, 92 ചരിത്രപരമായ വാക്യങ്ങളും 3 പ്രവചനികപരമായ വാക്യങ്ങളാണ്. ഓരോ അധ്യായത്തിലും പൗലോസ് ക്രിസ്തുവിനെ ഉയർത്തി. 1-ാം അധ്യായത്തിൽ അവൻ സർവത്തിന് മുൻപേയുള്ള ക്രിസ്തു, 2-ാം അധ്യായത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, 3-ാം അധ്യായത്തിൽ ന്യായം വിധിക്കുന്ന ക്രിസ്തു, 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു യജമാനനുണ്ട്, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. 4 അധ്യായങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ സഭയ്ക്കൊരു ഉജ്ജ്വല വെളിപ്പാട് ലഭിച്ചു. ആ വെളിപ്പാട് സഭയുടെ ശിരസ്സാണ് ക്രിസ്തു എന്ന വെളിപ്പാടാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അത് വന്ദനവും അഭിസംബോധനയുമാണ്. 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ ഹൃദയ വിശാലതയോടുകൂടെ പൗലോസ് കൊലോസി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ പൂർവ്വകാല മഹത്വമാണ്. 1-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് കൊലോസി സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ഉത്കണ്ഠയാണ്. ഇനി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ ആമേൻ ഒരു സഭയുടെ വർത്തമാനകാല ഭാവിയാണ്. 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നത് ഉപസംഹാരവും നന്ദി പ്രകാശിപ്പിക്കുന്നതും സ്തോത്രാർപ്പണവും. ഇങ്ങനെ 4 അധ്യായങ്ങളെ അതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൈമാറിയെന്നേ ഉള്ളൂ. 1-ാം അധ്യായത്തിൽ തുടങ്ങി 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തുറന്നു കിടക്കുന്ന പാപത്തിൻ്റെ ഭയങ്കര ചിത്രം വരച്ച് കാണിച്ച് 3:15 വന്നപ്പോൾ ഇങ്ങനെ താൻ എഴുതി, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. കാരണം നോസ്റ്റിസത്തിൻ്റെ അപകടകരമായ ആശയങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ വേരോട്ടമുണ്ടായി. ക്രിസ്തുവിൽ നിന്ന് അകന്നപ്പോൾ ഹൃദയത്തിൽ നിന്ന് നോസ്റ്റിസത്തിൻ്റെ ആശയങ്ങളെ മൂടോടെ പിഴുതെറിഞ്ഞു കളഞ്ഞിട്ട് 3 ചിന്തകൾ ഈ ലേഖനത്തിലൂടെ പൗലോസ് ആ സഭയ്ക്ക് കൈമാറുകയാണ്. ഹൃദയത്തിൽ വസിക്കേണ്ട 3 കാര്യങ്ങൾ. ഈ ലേഖനത്തിൽ അധിഷ്ഠിതമായ 3 ചിന്തകളെ അതിൻ്റെ വിശദീകരണത്തിന് അനുബന്ധ ചിന്തകളായി മറ്റ് ചില വാക്യങ്ങൾ ചേർത്ത് ഇന്ന് രാത്രി സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ശബ്ദവും കരമുയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയത്തിൽ വസിക്കേണ്ടത് 1 ക്രിസ്തുവിൻ്റെ സമാധാനമാണ്.
അതാണ് കൊലോസ്യ ലേഖനം 3:15 പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. പ്രിയരെ, ഇന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമല്ലേ? പക്ഷെ മനുഷ്യന് സമാധാനമുണ്ടോ? സ്തോത്രം. മനുഷ്യൻ നെട്ടോട്ടമോടുകയാ സമാധാനത്തിന് വേണ്ടി. എവിടെ ചെന്നാൽ സമാധാനം ലഭിക്കും? ആരിലാണ് സമാധാനം? സ്തോത്രം. മതങ്ങൾക്ക് മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പ്രത്യയശാസ്ത്രങ്ങൾക്ക് മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ലോകത്തിൻ്റെ യാതൊരു സംഘടനകൾക്കും മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തിന് വേണ്ടിയാ മനുഷ്യൻ മദ്യത്തിൽ ആശ്രയിക്കുന്നത്. പക്ഷേ ഏത് മദ്യപാനിയുടെ വീട്ടിലാണ് സമാധാനം ലഭിച്ചിട്ടുള്ളത്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, ലഹരി പദാർത്ഥങ്ങൾ ഏത് വീടിനാണ് സമാധാനം കൊടുത്തിട്ടുള്ളത്? ആമേൻ. ലഹരി പദാർത്ഥങ്ങൾ ഇന്നത്തെ തലമുറയെ തകർക്കുകയല്ലേ? വാസ്തവത്തിൽ ലഹരി പദാർത്ഥങ്ങൾ നിമിത്തം വേദനപ്പെടുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. തോരാ കണ്ണുനീരിലാണ് പല കുടുംബങ്ങളും. പ്രൈസ് ദി ലോർഡ്. സമാധാനം നഷ്ടപ്പെട്ട് എവിടെയാണ് സമാധാനം, ആരിലാണ് സമാധാനമെന്ന് ഇന്ന് രാത്രിയിലും അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ. ഒരുപക്ഷെ ഈ ശബ്ദപരിധിയുടെ ശ്രവണ സീമയ്ക്കുള്ളിൽ സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഇരുണ്ട വഴിത്താരകളിൽ, കനലെരിയുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പുറത്താരോടും പറയാതെ വിങ്ങിപ്പൊട്ടി തകർന്നൊരു അന്തരീക്ഷത്തിൽ ഇന്ന് രാത്രിയിലും എവിടെയാണ് സമാധാനം, ആർക്കെനിക്ക് സമാധാനം തരാൻ കഴിയുമെന്നോർത്ത് നിരാശപ്പെടുമ്പോൾ, ഒരു രാത്രിയെങ്കിലും ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയെ കൊതിക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ നെട്ടോട്ടമോടുമ്പോൾ, ഇവിടുത്തെ സമാധാനത്തിന്റെ കാവലാളുകളും സമാധാനത്തിന്റെ മാലാഖമാരും പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോൾ, ഈ രാത്രി ആവേശത്തോടെ പറയട്ടെ, ഏകരക്ഷിതാവും ലോകരക്ഷിതാവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു പറഞ്ഞു, ലോകം തരുന്ന സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്തോത്രം. ലോകത്തിന് തരാൻ കഴിയാത്തത്. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞ സമാധാനത്തിന്റെ വിളംബരം ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ വേദിയിലും പ്രഖ്യാപിക്കുകയാണ്. സമാധാനം ക്രിസ്തുവിലുണ്ട്. സമാധാനത്തിന് വേണ്ടി നീ അലയണ്ട, സമാധാനത്തിന് വേണ്ടി എങ്ങും പോകണ്ട. ഇന്ന് രാത്രി ഹൃദയം തുറക്കുന്നെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം നിന്റെ ജീവിതത്തിൽ കൈമാറുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് നസ്രേനായ യേശു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളും ആത്മഹത്യക്ക് പോലും കൊതിക്കുന്നത്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ആത്മഹത്യയുടെ കെട്ടടിച്ച് നിനക്ക് സമാധാനം നൽകി നിന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന യേശു ക്രിസ്തുവിലുള്ള സമാധാനത്തിന് വേണ്ടി ഹൃദയം തുറക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ആമേൻ, ഉള്ളത് വെച്ച് കഴിച്ച് ഒരമ്മയും മകനും കൂടെ സാരെഫാത്തിലെ ആമേൻ ആ വിധവയുടെ വീട്ടിൽ സാരെഫാത്തിൽ അവർ ആത്മഹത്യ ചെയ്യാൻ, ഉള്ളത് വെച്ച് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കൊതിച്ചിരിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ ആ വീട്ടിനകത്തോട്ട് കയറിയത്, അഭിഷക്തനായ ഏലിയാവ് അകത്തു കയറിയതും ആ വീട്ടിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്ന ആത്മഹത്യയുടെ സ്പിരിറ്റ് അടിഞ്ഞ് പുറത്തു ചാടിയെങ്കിൽ ഇന്ന് രാത്രിയിൽ അടകസിയാന ദൈവവചനത്തിന്റെ ശബ്ദം ഈ ദേശത്ത് മുഴങ്ങുമ്പോൾ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മഹത്യയുടെ സ്പിരിറ്റ് ഇന്ന് രാത്രി പുറത്തു ചാടുകയാ. ദേശത്ത് വ്യാപരിക്കുന്ന ദുരന്തങ്ങൾ ഇന്ന് രാത്രി പുറത്തു ചാടുകയാ. കുടുംബങ്ങൾക്കകത്ത് പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ ഇന്ന് രാത്രി പുറത്തു ചാടുകയാ. ഇവിടെ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി ഈ ദേശത്തെ വിടുവിക്കുന്നു എന്ന് ആത്മാവിനൊരു പ്രവചന ശബ്ദമായി കൈമാറിയാൽ അതിനാമേൻ പറയാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി മൗനമായി ഇരിക്കാതെ പ്രൈസ് ദി ലോർഡ്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമാധാനം സ്ഥാപിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മുടെ സമാധാനം എന്ന് പറയുമ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമാധാനം സ്ഥാപിച്ചത് യേശു ക്രിസ്തുവാണ്. ഏതാ സമാധാനം? സ്തോത്രം.
ചട്ടങ്ങൾ കൽപ്പനകളുമായിരുന്ന ന്യായപ്രമാണമെന്ന ശത്രുത്വത്തെ തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ആമൻ സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത യേശുക്രിസ്തു സ്ഥാപിച്ച സമാധാനം. ഏതാണ് സമാധാനം? ഭാവിയായ മനുഷ്യന്റെ പാപനിമിത്തം ദൈവത്തോട് ശത്രുത്വമുള്ളവനായിരുന്നപ്പോൾ ആ ശത്രുത്വത്തെ, കാൽവറിയിൽ പാപമെന്ന പ്രശ്നത്തെ യേശു പരിഹരിച്ചുകൊണ്ട് യേശു ഉണ്ടാക്കിയ സമാധാനം. എങ്ങനെയാണ് സമാധാനം സ്ഥാപിച്ചത്? കൊലോസ്യ ലേഖനം 1:20 പറയുന്നു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു സമാധാനമുണ്ടാക്കി. പ്രിയരെ, ആമേൻ. ഇന്ന് രാത്രിയിൽ സമാധാനത്തിൻ്റെ ഒരു ലോക ഹ്രസ്വ ചരിത്രം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മൈക്ക് ഒരുപാട് വൈകിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതെല്ലാം കൂടെ പറയാൻ നിന്നാൽ ഇന്ന് രാത്രി 10 മണി കഴിഞ്ഞാലും നിങ്ങൾ പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നീട്ടിപ്പരത്തി പറയാഞ്ഞത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഓർക്കുക, ആമേൻ ആമേൻ, വളരെ വ്യക്തമായി പറയട്ടെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമാധാനം സ്ഥാപിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യൻ്റെ പാപമെന്ന പ്രശ്നത്തെ കാൽവറിയിൽ പരിഹരിച്ചുകൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത ക്രിസ്തു ഉണ്ടാക്കിയ സമാധാനം, ക്രൂശിൽ ചൊരിഞ്ഞ തൻ്റെ രക്തം കൊണ്ടുണ്ടാക്കിയ സമാധാനം. പ്രിയരെ, ലോക ചരിത്രത്തിൽ ഇന്നേക്ക് 4500 പരം വർഷം നീണ്ടുകിടക്കുന്ന മാനവ ചരിത്രത്തിൽ 8000-ലധികം പ്രാവശ്യം ഇവിടെ സമാധാന കരാറുകൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. എവിടെയാ സമാധാന കരാറുകൾ? കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ മനുഷ്യൻ്റെ രക്തത്തിൽ കുതിർന്ന് ആ സമാധാനത്തിൻ്റെ രേഖകൾ കിടക്കുമ്പോൾ കാലഘട്ടത്തിന് വായിക്കാൻ കഴിയാത്ത സമാധാനത്തിൻ്റെ രേഖ കാൽവരി ക്രൂശിൽ യേശു തൻ്റെ രക്തം കൊണ്ട് എഴുതിയുണ്ടാക്കി. അത് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യനുമിടയിൽ യേശു ക്രിസ്തു ഉണ്ടാക്കിയ സമാധാനം. ആമേൻ. അപ്പോൾ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സമാധാനം സ്ഥാപിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് 7 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് യെശയ്യാവെന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. യേശുവിൻ്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടിയ പാട്ടേതാ? സമാധാനത്തിൻ്റെ പാട്ട്. യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണം എന്തായിരുന്നു? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞേ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവരാരുടെ പുത്രന്മാരാ? പറഞ്ഞേ, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. സമാധാനം ഉണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ സമാധാനം ഉണ്ടാക്കാത്തവൻ ആരുടെ പുത്രനാ? നിങ്ങൾ വേണ്ടതില്ല. അച്ഛാ, സമാധാനം ഉണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാ. അപ്പൊ സമാധാനം ഉണ്ടാക്കാത്തവൻ ആരുടെ പുത്രനാ? വെട്ടിയാറുകാരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സമാധാനമുണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ സമാധാനം ഉണ്ടാക്കാത്തവൻ ആരുടെ പുത്രനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിടുക. അതുകൊണ്ട് വീട്ടിൽ സമാധാനം ഉണ്ടാക്കണം. സ്വതന്ത്രം. സഭയ്ക്കകത്ത് സമാധാനം ഉണ്ടാക്കണം. കമ്മിറ്റിക്കകത്തിരിക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കണം. ജനറൽ ബോഡിയിൽ ഇരിക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കണം. ആരാ നമ്മൾ? ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ സമാധാനം. ഹലോ, സ്തോത്രം. യേശു പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ആർക്കാ സമാധാനം എന്നറിയാമോ? ആർക്കാ സമാധാനം? ആമേൻ. 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ന്യായപ്രമാണത്തിൽ പ്രിയമുള്ള ഏവർക്കും മഹാസമാധാനമുണ്ട്. ആർക്കാ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക്? ആർക്കാണ് സമാധാനം? യെശയ്യാപ്രവചനം 26:3, സ്ഥിരമാനസം തന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്ഥിരമാനസനെ. പ്രൈസ് ദി ലോർഡ്. ഓരോ സീസണുകൾ അനുസരിച്ച് ഉണർവും ഭക്തിയും അല്ല, മറിച്ച് സ്ഥിരമാനസൻ, ദൈവമായിട്ട് എപ്പോഴും ബന്ധമുള്ള സ്ഥിരമാനസൻ ആരോ അവനെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ആർക്കാ സമാധാനം? ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നു, ആമേൻ, ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം എന്ന് പറയുന്നത്. ഈ സമാധാനം ആമേൻ യേശുക്രിസ്തുവിനെ പ്രാപിച്ചവർക്ക്, യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് സമാധാനമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ സമാധാനം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറയാം. അപ്പോൾ യേശുവിനെ കണ്ടെത്തിയവർക്ക് സമാധാനമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചിന്ത ഞാൻ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. ആ മനുഷ്യന്റെ പേര് ശിമയോൻ എന്നാണ്.
ഒരു ശാസ്ത്രിയാണ്. ജരാനരകൾ ബാധിച്ച മനുഷ്യൻ. അസ്ഥികളുടെ ബലമൊക്കെ ക്ഷയിച്ച്, കാഴ്ചയൊക്കെ മങ്ങിത്തുടങ്ങി, മാംസപേശികളുടെ ബലമൊക്കെ ക്ഷയിച്ച് പടുവൃദ്ധനായ മനുഷ്യൻ എന്നും ഇങ്ങനെ ആലയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ഒരു ഇമാജിൻ സ്തോത്രം. ആലയത്തിലേക്ക് എന്നും പോകുന്ന മനുഷ്യനെ നോക്കി ഒരുപക്ഷെ പലരും പറഞ്ഞു കാണും, മരണത്തിനും ഈ മനുഷ്യനെ വേണ്ടേ? സ്തോത്രം. മരണത്തിന് വേണ്ടേ? എന്തിനിങ്ങനെ കിടക്കുക? നമ്മളൊക്കെ പറഞ്ഞില്ലയോ, കോവിഡിന് പോലും ഈ പുള്ളിയെ വേണ്ടായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ മരണത്തിന് പോലും ഈ മനുഷ്യനെ വേണ്ടേ? പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു മർമ്മം ഞാൻ പറയാം. മരണം തൊടാത്തതിൻ്റെ പിന്നിൽ കാരണം ഒരു വാഗ്ദത്തം ഈ മനുഷ്യന്റെ മേൽ കിടക്കുകയാണ്. ആ വാഗ്ദത്തം പ്രാപിക്കാൻ അനുവദിക്കാതെ ആ കണ്ണുകളെ തിരുമി അടയ്ക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ മേൽ ഒരു വാഗ്ദത്തം ഉള്ളപ്പോൾ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വരട്ടെ, ഏതൊക്കെ വെല്ലുവിളികൾ കടന്നു വരട്ടെ, ആ വാഗ്ദത്തം കാണാൻ അനുവദിക്കാതെ നിന്റെ കണ്ണുകളെ തിരുമി അടയ്ക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഉറപ്പുണ്ട്? നിന്റെ തലമുറയെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിന്റെ കുടുംബത്തെ കുറിച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ സഭയെ കുറിച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ മിനിസ്ട്രിയെ കുറിച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അപ്പുറത്തേക്ക് അതിനെ കൈപിടിച്ച് കൊണ്ടുപോകാൻ അവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ അവൻ വിശ്വസ്തനാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി വിശ്വസിക്കാൻ തലമുറയെ കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലമുറയെ കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബത്തെ കുറിച്ചൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ ദൈവശക്തനാ. ഏത് പ്രതിസന്ധി കടന്നു വരട്ടെ, ഏത് തീച്ചൂളകൾ കടന്നു വരട്ടെ, ഏത് അപമാനങ്ങൾ കടന്നു വരട്ടെ, ഏത് വെല്ലുവിളികൾ കടന്നു വരട്ടെ, വാഗ്ദത്തം ചെയ്ത അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, നിന്റെ മിനിസ്ട്രി അവസാനിച്ചിട്ടില്ല, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മങ്ങലേറ്റിട്ടില്ല. ദൈവം നിന്നെ വിളിച്ചതിന്റെ പിന്നിൽ സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വാഗ്ദത്തം ഇതിനകത്ത് ചലിക്കുന്നത് ആത്മാവിൽ അറിയുന്ന ദൈവജനം മൗനമായിരിക്കരുത്. ഈ രാത്രിയിൽ പ്രതികരിക്കട്ടെ. ആമേൻ. പറഞ്ഞിന്ന് രാത്രി ഈ ദൂതടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്താ മനുഷ്യന്റെ വാഗ്ദത്തം എന്നറിയാമോ? യെശയ്യാപ്രവചനത്തിന്റെ തിരുവെഴുത്തുകൾ പകർത്തി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണിലും ഹൃദയത്തിലും ഒരു വാക്യമുടക്കി, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. യെശയ്യാപ്രവചനത്തിലെ വാക്യം. ആ മനുഷ്യനാകപ്പാടെ ഭാരപ്പെട്ടു. തെറ്റില്ലാത്ത ദൈവവചനത്തിൽ ഞാൻ എങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റെഴുതും? എങ്ങനെ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും? ആ ചോദ്യത്തിൻ്റെ മുൻപിൽ നിസ്സഹായതയുടെ മനുഷ്യൻ നിൽക്കുമ്പോൾ, ഹൃദയം തളർന്നിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ട് പറയുന്നു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതെ മരിക്കത്തില്ല. വാഗ്ദത്തം പ്രാപിച്ചവൻ ഒരിക്കൽ നിയോഗത്തോടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ കൈക്കുഞ്ഞായ യേശുവിനെ കൊണ്ട് മറിയ ഉദരത്തിൽ അവൻ ആലയത്തിലേക്ക് വന്നു. ശിമോൻ ആലയത്തിലേക്ക് ചെന്നപ്പോൾ നവരത്ന നഖചിതമായ പുതിയ യെരൂശലേമിന്റെ നായകനായ അഖിലാണ്ടത്തിൽ ഒതുങ്ങാത്ത ഈ ഭൂജനത്തിന്റെ മഹാദൈവമായവൻ മറിയുടെ കരങ്ങളിൽ ഒതുങ്ങിയൊരു പിഞ്ചു പൈതലായിരിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ ഓടിച്ചെന്നു യേശുവിനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി, വറയാർന്ന കൈകളിലേക്ക് ഏറ്റുവാങ്ങി, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി, ചുണ്ടുകൾ വിതമ്പാൻ തുടങ്ങി, കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ യേശുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നാഥാ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയച്ചാലും. ഇന്ന് രാത്രി ദൈവവൈതലേ, വാഗ്ദത്തം കാണുമെന്നാണ് ദൈവം പറഞ്ഞതെങ്കിൽ കാണുക മാത്രമല്ല, വാഗ്ദത്തം ശിമെയോന്റെ കൈകളിലിരിക്കുന്നു. കൃപ. പ്രൈസ് ദി ലോർഡ്. ശിമെയോൻ മടങ്ങിയത് സമാധാനത്തോടെ. യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് സമാധാനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കോട്ടയമല ദേശമേ, ക്രിസ്തുവിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്.
ഇത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ്. ഇവിടുത്തെ മതങ്ങൾക്ക്, രാഷ്ട്രീയ മീമാംസകൾക്ക്, ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ സ്ഥിരാകേന്ദ്രങ്ങൾക്ക് തരാൻ കഴിയാത്ത സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കാൻ, നിന്റെ വീട്ടിൽ നിറയ്ക്കാൻ സമാധാനത്തിന്റെ പ്രഭുവായവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവനിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. മനസ്സിലാകുന്നവർ അക്കാര്യം ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഞാൻ ആ ഭാഗം വിടുകയാണ്. 2, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വചനമാണ്. വായിക്കാം നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാമത് വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. പ്രിയരേ, 66 പുസ്തകങ്ങളെ ഒരൊറ്റ പുസ്തകമായി ലോക ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ ഉയർത്തുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ എനിക്ക് ആവേശമാണ്. ഈ വചനത്തിൻ്റെ അക്ഷരക്കൂട്ടുകളെ നിങ്ങൾ എവിടൊക്കെ നിന്ന് മായിച്ചു കളഞ്ഞാലും ഹൃദയത്തിൽ എഴുതപ്പെട്ടതിനെ മായ്ക്കാൻ ഒരുത്തനെ കൊണ്ടും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തിൻ്റെ കരുത്തന്മാർ ഒത്തിരി എഴുന്നേറ്റ് വന്നു ഈ പുസ്തകത്തെ തകർത്തു കളയാൻ. പക്ഷേ കാലഘട്ടത്തിൻ്റെ കരുത്തന്മാരൊക്കെ കാലയാപനം ചെയ്ത ഈ മണ്ണിൽ ഇന്നും കരുത്തോടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു പുസ്തകം ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ പുസ്തകം കയ്യിലുള്ളവർ ഈ പുസ്തകത്തെ ഒന്ന് ഉയർത്തി പിടിച്ച് ആമേൻ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വചനം ചെന്നിടത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വചനം ചെന്നിടത്തൊക്കെ വലിയ പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആധുനിക പച്ചപ്പരിഷ്കാരികൾക്കും ഘോര വിവരങ്ങളിൽ പാർക്കുന്ന അപരിഷ്കൃതർക്കും ഒരുപോലെ വെളിച്ചമേകിയതാണ് ദൈവത്തിൻ്റെ വചനം. നരാധമനായ മനുഷ്യനെ നരസ്നേഹിയാക്കി മാറ്റിയതാണ് ദൈവത്തിൻ്റെ വചനം. അക്ഷരങ്ങൾ അറിയാത്ത മനുഷ്യനെ വായിക്കാനും എഴുതാനും പഠിപ്പിച്ചൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. തിരുവനന്തപുരം പ്രാവച്ചമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സ്വതന്ത്രം രാജിക്കറിയാം, രാജി തിരുവനന്തപുരത്തേരി ആയതുകൊണ്ട് അറിയാം. പ്രാവച്ചമ്പലം, അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസൻ, ഒരു അപ്പച്ചനാ. എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. ഒരു സുവിശേഷ പോരാളിയാണ്. അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും പഠിക്കണം, നീ എന്നെ പഠിപ്പിക്കണം. ബൈബിളും ഒരു ബുക്കും പേനയുമായി 21 ദിവസം ഉപവാസത്തോടെ ആ മനുഷ്യൻ റൂമിലേക്ക് കയറി. ഉപവാസം കഴിഞ്ഞ് ആ റൂമിനകത്തു നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചാണ് പുറത്തു വന്നത്. ഹല്ലേലൂയ. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ പഠിച്ചു? ഈ വചനം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അനേകർക്ക് വായിക്കാൻ, അനേകർക്ക് എഴുതാൻ അവരെ പഠിപ്പിച്ച ഒരു പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പുസ്തകം വിശ്വസാഹിത്യത്തിൻ്റെ നെറുകയിലെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. കാരണം എന്തെന്നറിയാമോ? ഇവിടുത്തെ ഇക്കിളി സാഹിത്യങ്ങളും പൈങ്കിളി സാഹിത്യങ്ങളും ഒക്കെ മനുഷ്യ മനസ്സുകളെ മയക്കി കറക്കി അതേ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കി മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വ മൂല്യമുള്ള മനുഷ്യനാക്കി മനുഷ്യനെ ഉലക ചരിത്രത്തിൽ മാറ്റിയെടുത്ത ഈ പുസ്തകം വിശ്വസാഹിത്യത്തിൻ്റെ നെറുകയിൽ. എന്താ കാര്യം? ഇവിടുത്തെ സാഹിത്യം പുതിയ കാഴ്ചപ്പാടെന്ന പങ്ക്തിയിൽ അന്തരിച്ച ബഹുമാനായ മുൻ മുഖ്യമന്ത്രി സഖാവ് ഇ കെ നയനാർ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ സാഹിത്യത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി: യാഥാർത്ഥ്യവും അയഥാർത്ഥ്യവും എവിടെയെങ്കിലും സമന്വയമായി സമ്മേളിക്കുന്ന കഥ പറയുന്നതായിരിക്കണം സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അയഥാർത്ഥ്യവും യാഥാർത്ഥ്യവും എവിടെയെങ്കിലും സമന്വയമായി സമ്മേളിക്കുന്ന കഥ പറയുന്നതാണ് സാഹിത്യമെങ്കിലും ആണെങ്കിൽ അവൻ അയഥാർത്ഥ്യമായ മനുഷ്യനും യാഥാർത്ഥ്യമായ ദൈവവും കാൽവരി ക്രൂശിൽ മരണത്തിൽ സമ്മേളിച്ച ചരിത്ര സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഈ പുസ്തകം
പുസ്തകം വിശ്വസാഹിത്യത്തിന്റെ നെറുകയിലാണ്. അതുകൊണ്ട് ഈ പുസ്തകം നാമൻ കാലത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവന്ന് ചരിത്രത്തിന്റെ കാലഘടികാരത്തിൽ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്ന് അനുഗ്രഹീതമായ ഈ പുസ്തകം, ഹല്ലേലൂയ, ഇതിനെ പ്രസംഗിക്കുന്നതിൽ എനിക്ക് അഭിമാനമാണ്. ഈ പുസ്തകത്തെ ഇന്ന് രാത്രിയിലും ആവേശത്തോടെ ഉയർത്തുന്നതിൽ എനിക്ക് അഭിമാനമാണ്. അനേകരുടെ ആത്മഹത്യയുടെ കട്ടടിച്ച് അനേകരുടെ ജീവിതത്തിന്റെ ദുരന്ത മുഖങ്ങളെ തട്ടിമാറ്റി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? നിർത്തിപ്പറയാം. ഈ പുസ്തകം വായിക്കുന്നവരെ ഈ പുസ്തകം തിരിച്ചു വായിക്കും. ആമേൻ. സ്വതന്ത്രം. നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്നതാ. ഏതെങ്കിലും പുസ്തകം നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളെ തിരിച്ചു വായിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ തിരിച്ചു വായിക്കുന്ന ഒരു പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. സ്വതന്ത്രം. ഒരു ആമേൻ ആൻറ്റി, അത് അവര് പെന്തക്കോസ്തുകാരൊന്നും അല്ല. ആമേൻ. ആൻറ്റിക്ക് 3 മക്കളാണ്. 3ാമത്തെ മകൾ വിവാഹം കഴിഞ്ഞു. എന്തോ ഒരു ചെറിയ പ്രയാസമുണ്ടായി. സ്വതന്ത്രം. ആ ചെറുക്കൻ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞു. ആമേൻ. ഡിവോഴ്സ് പറഞ്ഞപ്പോൾ അത് കേട്ടതും ആൻറ്റി തകർന്നു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ ഹാളിലേക്ക് വരുമ്പോൾ ഷെൽഫിലിരുന്ന ബൈബിൾ വേദനയോടെ വിതുമ്പലോടെ തുറന്നതും ആമേൻ യെരമ്യാ പ്രവചനം 31-ാം അധ്യായം 16-ാം വാക്യം കണ്ണിലേക്ക് തെളിഞ്ഞു വന്നു. വാക്യം, ആമേൻ, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. ഓ ഹല്ലേലൂയ. തകർന്ന ഹൃദയത്തോട് വചനം സംസാരിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് വീണ്ടും ആ പുസ്തകം അടച്ചു. വീണ്ടും തുറന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. വചനമാ സഹോദരിയെ, ആ ആന്റിയെ ബലപ്പെടുത്തി. എൻ്റെ പ്രിയരെ, വായിക്കുന്നവരെ തിരിച്ചു വായിച്ച് അവരുടെ മനോനില അറിഞ്ഞ് അവർക്ക് ആരോഗ്യം പകരുന്ന, അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ ബലപ്പെടുത്തുന്ന ഉലകത്തിന്റെ കീഴിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാ. ആ വചനത്തിന്റെ ശക്തിയും വിടുതലും ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. ആ വചനത്തിന്റെ ശക്തിയുടെ പ്രദർശനശാലയായി മാറാൻ ഇന്ന് രാത്രി എത്ര പേർ കൊതിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പ്രത്യേകത, ഇത് ശക്തിയേറിയ ദൈവത്തിന്റെ വചനമാ. ഇത് സത്യവചനമാ, പ്രബോധനത്തിന്റെ വചനമാ, ആത്മാവിന്റെ വചനമാ, ജ്ഞാനത്തിന്റെ വചനമാ. ഇത് ജീവന്റെ വചനമാ, സ്വർഗത്തിന്റെ വചനമാ. ഇത് കൃപയുടെ വചനമാ, ഇത് ആലോചനയുടെ വചനമാ. ഇത് ചലിക്കുന്നതാണ്. ഇത് അയച്ച കാര്യം സാധിച്ചു മടങ്ങി വരുന്നതാണ്. ഇത് തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ്. ഇത് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഇത് പ്രവചനമാണ്. ഇത് കുഴികളിൽ നിന്ന് ഉയർത്തുന്നതാണ്. ഈ വചനം സൗഖ്യമാക്കുന്നതാണ്. ഈ വചനം ഇടപെടുന്നതാണ്. ഈ വചനം ഉയർത്തുന്നതാണ്. ഈ വചനം സഞ്ചരിക്കുന്നതാണ്. ശബ്ദ തരംഗത്തിന്റെ വേഗതയേക്കാൾ ഈ വചനം സഞ്ചരിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ നീ ആമേൻ പറയുമ്പോ നിന്റെ വീട്ടിനകത്തേക്ക് പോരാ മൈലുകൾക്കപ്പുറത്ത് നിന്റെ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി വചനം ഇടപെടുകയാ. നിന്റെ തലമുറ രാജ്യങ്ങളിലാണോ ഈ വചനം ഇടപെടുകയാ? എത്രവർ വിശ്വസിക്കുന്നുണ്ട് ഈ വചനം കോട്ടോമല കൺവെൻഷനിൽ 2ാമത്തെ രാത്രിയിൽ അതിന്റെ ശക്തിയുടെ പ്രദർശന ശാലയായി മാറോ? പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇന്ന് രാത്രിയിൽ ഇവിടെ ചലിക്കുന്നത് എത്ര പേർ അറിയുന്നുണ്ട്? ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. എങ്ങനെ ഈ വചനത്തിന്റെ പ്രത്യേകത ഒന്ന് വായിച്ച പാസേ. 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അപ്പൊ വചനത്തിൽ എന്തോ ഉണ്ട്? സങ്കീർത്തനങ്ങൾ. ഹലോ, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വചനത്തിൽ എന്തോ ഉണ്ട്? പറഞ്ഞേ. സങ്കീർത്തനമുണ്ട്. ഇപ്പൊ ചിലർ പറയുന്ന സങ്കീർത്തനമൊന്നും വേണ്ട, കീറിയേക്കാനാണ്. ഇതിനകത്ത് നീ കത്രിക കയറ്റിയ തമ്പുരാൻ നിന്നെ കീറും. ചിലർ പറയുന്ന ഈ പുസ്തകം ഞങ്ങളുടെയാണെന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരെയൊക്കെ ദൈവം ചലിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ പുസ്തകത്തിന് ആർക്കും പേറ്റന്റ് പറയാൻ പറ്റത്തില്ല. ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പി സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനങ്ങളാലും അടുത്തേ സ്തുതികളാലും. അപ്പോൾ വചനത്തിൽ എന്തോ ഉണ്ട്? പറഞ്ഞേ. സ്തുതിയുണ്ട്. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കണ്ടേ? ആമേൻ.
വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നപ്പോൾ പൊന്ന്, മോര്, കുന്തിരിക്കം ഇത് മൂന്നും കൊണ്ടുവന്നു. പ്രിയരെ, വിദ്വാൻമാർ ഈ പൊന്നും മോരും കുന്തിരിക്കം കൊണ്ടുവന്നപ്പോൾ അവൻ രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്, അറിഞ്ഞവൻ ആരാധന കൊടുക്കുന്നെങ്കിൽ യേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നിനക്ക് ആ ദൈവത്തെ ആരാധിക്കാൻ എന്തിനാ മടിക്കുന്നേ? പൊന്നിനും മൂരിനും കുന്തിരിക്കത്തിനും ഒരു പ്രത്യേകതയുണ്ട് വെച്ചാൽ മൂരും കുന്തിരിക്കും തീക്കകത്തൂടെ കയറണം. പൊന്ന് തീക്കകത്തൂടെ കയറിയാൽ കീടം മാറി പുറത്തു വരും. കുന്തിരിക്കം തീക്കകത്തൂടെ കയറിയാൽ പുകയും. പക്ഷെ കുന്തിരിക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചുമ്മാതിരുന്ന വെറുതെ ഇരുന്നാൽ ഈ പുള്ളിയെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഏതാ തീക്കകത്ത് കയറാത്ത കുന്തിരിക്കം എന്നറിയാമോ? ഞാൻ ഇത്രയും ചങ്ക് പൊട്ടി പ്രസംഗിച്ചിട്ട് ഒരു സ്വോത്രം പറയാത്ത പുള്ളി ഉണ്ടെങ്കിൽ തീക്കകത്ത് കയറാത്ത കുന്തിരിക്കോ. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഈ 2025 ജൂലൈ 18 ഇസ്രായേലിൽ ഒരു യാഗം നടന്നു. റിഹേഴ്സൽ യാഗമാണ്. ചുവന്ന പശുവിനെ കൊണ്ടൊരു യാഗം നടത്തി. 2021 പ്രിയരെ, 1900 വർഷങ്ങളായിട്ട് ഇസ്രായേലിൽ ഒരു ചുവന്ന പശുവിനെ കൊണ്ടുള്ള യാഗം നടന്നിട്ടില്ല. ഇപ്പോഴും നടന്നിട്ടില്ല. 2021 ബോണ ഇസ്രായേൽ അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് 5 ചുവന്ന പശുക്കളെ കണ്ടെത്തി ബെൻഗൂറിയോൻ എന്ന ഇസ്രായേലിൻ്റെ എയർപോർട്ടിലെത്തിച്ചു. അതിനവരവിടെ സംരക്ഷിച്ചു. പക്ഷേ അങ്ങനെ സംരക്ഷിച്ചു വരുമ്പോൾ 2022 2 പശുക്കളെ അൺക്വാളിഫൈഡായി. 2023 ഒരെണ്ണം, 2023 2 പശുക്കളെ അൺക്വാളിഫൈഡായി. ഏറ്റവും ഒടുവിൽ റിജക്റ്റ് ചെയ്ത പശുവിനെ അതിൽ കണ്ടെത്തിയ ഊനം എന്താണെന്നറിയാമോ? അതിൻ്റെ 2 രോമം കറുത്തതായിരുന്നു. യാഗം നടത്താൻ നോക്കിയപ്പോൾ ആ പശുവിൻ്റെ 2 രോമം, മറ്റെല്ലാ രോമം ഓക്കെയാണ്, ചുവന്നതാണ്, പക്ഷെ 2 രോമം മാത്രം കറുത്തതാണ്. സത്യത്തിൽ എൻ്റെ അച്ഛൻ ഞാനായിരുന്നെങ്കിൽ കളറടിച്ച് കയറ്റി വിട്ടേനെ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അവർ കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. 2 രോമം കറുത്തതാണതിൻ്റെ പേരിൽ അതിനെ റിജക്റ്റ് ചെയ്തെങ്കിൽ ഒരു യാഗമാണ്. യാഗമർപ്പിക്കാനാ, ആ ദൈവത്തെ സ്തോത്രമെന്ന് യാഗമർപ്പിക്കാൻ എനിക്കും നിനക്കും അവസരം കിട്ടിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി അതിനകത്ത് സൂത്രം കയറ്റാതെ, ഉഴപ്പ് കയറ്റാതെ, സ്തോത്രത്തിന്റെ ഗൗരവം വിലയും മനസ്സിലാക്കി എത്ര പേർക്ക് ആ ദൈവത്തിന് ഈ രാത്രിയിൽ സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ട്? സ്തോത്രത്തിന്റെ ഗൗരവവും വിലയൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആമേൻ, ആമേൻ. നേരെ ചൊവ്വേ കൈ പോലും കൊടുക്കത്തില്ലല്ലോ, 2 വിരലല്ലേ കൊടുക്കത്തുള്ളൂ. ഞങ്ങളുടെ അവിടെ ഒരു അച്ഛനെ ഞാൻ ചെന്ന് കാണാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ ഈ ഭാഗത്തൊരു ചെറിയ തടിപ്പ്, ഒരു ചെറിയ നീരും തടിപ്പ് ഈ ഭാഗം. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയ അച്ഛൻ? നല്ല തേനീച്ച കൃഷിയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയ അച്ഛൻ? തേനീച്ച കുത്തിയതാണോ? പുള്ളി എന്നോട് പറഞ്ഞു, മോനെ തേനീച്ച ഒന്നും കുത്തിയല്ലടാ, ഇന്ന് രാവിലെ കർത്തൃമേശ ഉണ്ടായിരുന്നു, വിശുദ്ധ ചുംബനം കിട്ടിയാന്ന്. ഹലോ, ഒരു ചുംബനത്തിൽ നീര് വെക്കുമെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം. ദൈവത്തെ സ്തുതിക്കേണ്ട നീ, ദൈവത്തെ ആരാധിക്കേണ്ട നീ, ഈ പുസ്തകം നിന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കാലമധികമില്ല, യേശു വരാറായി. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. സ്തുതികളാലും വായിച്ച സഭയില്ലല്ലോ, ആത്മീക ഗീതങ്ങളാലും. വചനത്തിൽ എന്തോ ഉണ്ട്? ആത്മീക ഗീതങ്ങളുണ്ട്. തിരുവനന്തപുരത്തിൽ പഞ്ചകാവ്യ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ദാവീദിന്റെ പഞ്ചഗ്രന്ഥങ്ങളാണ് സങ്കീർത്തനങ്ങൾ. പാട്ടിന് ഭയങ്കര പ്രസക്തിയാണ്. ഇവിടെ പ്രിയപ്പെട്ടവർ പാടിക്കൊണ്ടിരുന്ന പാട്ട് സത്യം പറഞ്ഞ ഞാനിങ്ങനെ കേട്ട് ആസ്വദിക്കായിരുന്നു. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ. സ്വന്തം ഇപ്പം കുറേ പാട്ടുകളുണ്ട്, പറയുന്നത് ക്ഷമിക്കണം, നിന്നെയും കൊല്ലും ഞാനും ചാവും എന്നുള്ള പാട്ടുകളാണ്. പക്ഷേ പ്രിയപ്പെട്ടവരിലൂടെ ഒഴുകിയെത്തിയ പാട്ട് എത്ര മാധുര്യമേറിയതായിരുന്നു. ഇന്നത്തെ ഓരോ പാട്ടുകൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ വർഷത്തിന് ഓരോ ഹിറ്റാണ്. അടുത്ത വർഷം പിന്നെ അതില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൻ്റെ തീച്ചൂളയിലൂടെ പുറത്തു വന്ന പാട്ടുകൾ നൂറ്റാണ്ടുകളായിട്ടും ഇന്നും ഹിറ്റാ. പോരാ, അത് കർത്താവിൻ്റെ വരവ് വരെ ഹിറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കർത്തൃദാസി യൗവനത്തിൽ കർത്താവിനെ സമർപ്പിച്ചിറങ്ങി, കർത്താവിന് വേണ്ടി ഇറങ്ങി, കഷ്ടതയുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയത്, വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ. ഒടുവിൽ തൻ്റെ വല്യമ്മച്ചി ഒരു കത്തെഴുതി. വലിയൊരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് അന്നമ്മ മാമൻ സ്വതന്ത്രം ഒരു കത്തെഴുതി.
ആ കത്ത് അന്നമ്മമാമൻ പൊട്ടിച്ചു വായിച്ചപ്പോൾ വല്യമ്മച്ചി എഴുതിയിരിക്കുന്നു, മോളെ ഈ കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നീ വരണം, എന്നെ വന്ന് കാണണം. അതിലെ വരികൾ വേദനപ്പെടുത്തി. മാറിയിരുന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞു. വിശ്വാസ കപ്പലിൽ ക്രൂശെ നോക്കി യാത്ര ചെയ്യാൻ ഇറങ്ങിയ സഹോദരിക്ക് ആ വാക്കുകൾ വേദനപ്പെടുത്തി. പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒടുവിൽ താൻ പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണയിൽ ഇങ്ങനെ എഴുതി കർത്താവിന് വേണ്ടി പാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിന, ജീവൻ വച്ചിടും രക്ഷകന, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും ശ്വാസം ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണൂതി കൂടിച്ചാലും, ദേഹി സുഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാട്ടിന് വലിയ പ്രസക്തിയാണ്. ആമേൻ. ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഇങ്ങനെ ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. വചനം ഹൃദയത്തിൽ വസിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുടെ വിശദീകരണമുണ്ടെങ്കിലും ഒറ്റ വാക്യം വായിച്ച് ഞാൻ അടുത്ത ചിന്തകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. വിജയകരമായൊരു ജീവിതം നയിക്കണമെങ്കിൽ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. എങ്ങനെ വിജയകരമായൊരു ജീവിതം നയിക്കുന്നത്? 119 സങ്കീർത്തനം 11 വാക്യം ഒന്ന് വായിക്കാം. 119 സങ്കീർത്തനം 11 വാക്യം. നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകളാണ്, നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം എനിക്ക് അവൻ നയിക്കണം. ആമേൻ. ഇത് പാപമുള്ള ലോകമാണ്, പാപമംഗലമായ ലോകമാണ്. പാപത്തിന് അധീനമായൊരു ശരീരത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ ലാഞ്ചന ലേശം തട്ടാതെ നിത്യതയെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടതിന് നിന്റെ വചനം എനിക്ക് ആവശ്യമാണ്. നിന്റെ വചനം എൻ്റെ ഹൃദയത്തിന് ആവശ്യമാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. അപ്പം ദൈവത്തോട് പാപം ചെയ്താൽ എന്താണ് കുഴപ്പം? അതിൻ്റെ മറുപടി ദൈവം തന്നെ പറയുന്നു. പുറപ്പാട് പുസ്തകം 32 അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 32 അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 32 അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ
അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. എന്റെ പേര് മായ്ച്ചു കളയണമേ. യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. മോശ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കണം. ഉടനെ ദൈവം തമ്പുരാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അതാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ച പാസേ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട് എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. സ്തോത്രം. ഒരു കോംപ്രമൈസും ഇല്ലാതെ ദൈവം മോശയോട് പറയുകയാ, മോശേ, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര്, അത് തിരുമേനിയെന്നോ ഐമേനിയെന്നോ പാസ്റ്ററെന്നോ വിശ്വാസിയെന്നോ ദൈവത്തിന് വിഷയമല്ല. പാപം ചെയ്താൽ പേര് മായ്ച്ചു കളയുന്ന ഒരു ദൈവമുണ്ട്. പേര് മായ്ക്കപ്പെട്ടാൽ, വെളിപ്പാട് പുസ്തകം 20:15 വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും ഗന്ധക തീപ്പൊയ്കയിൽ തള്ളും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹിത, പാപം ചെയ്ത് നിത്യ നരകത്തിലേക്ക് പോകാതെ പാപത്തോട് വിട പറഞ്ഞ് നിത്യമായ സ്വർഗത്തിലേക്ക് നിനക്ക് കരേറുവാൻ തുറക്കപ്പെട്ടൊരു വാതിൽ, തുറക്കപ്പെട്ടൊരു വഴി, അത് ക്രൂശിൽ വെട്ടി തുറന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാകയാൽ ഈ രാത്രിയിൽ ആ രക്ഷാ സന്ദേശത്തിന് കാതുകൊടുക്കാൻ മനസ്സുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, പാപത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, പാപത്തോട് സന്ധിയില്ല സമരം തുടർന്ന്, പാപത്തോട് പോരാടിക്കൊണ്ട് പാപത്തെ ജയിച്ചു ജീവിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ഏതു നിമിഷവും അവൻ ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ കാൽവറിയുടെ ബലിപീഠത്തിൽ അവൻ തകർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചങ്ക് വടിഞ്ഞൊഴുകിയ അവിടുത്തെ പവിത്ര രക്തം കൊണ്ട് അവൻ നിന്നെ കഴുകി ശുദ്ധീകരിക്കും, നിന്നെ നിർമ്മലീകരിക്കും. നിത്യ നരകത്തിന്റെ വാഹ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുമ്പോൾ ഇന്ന് രാത്രി സ്നേഹിത ദൈവവൈതലേ, പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് പുറത്തു വരുന്ന നിന്റെ മേൽ ഒരു പാതാള ശക്തിക്കും അധികാരമില്ല. ഇന്ന് രാത്രിയിൽ നരകത്തിന്റെ വായ്ക്കകത്തുനിന്ന് വിടുവിക്കപ്പെടുവാൻ ഒറ്റ മാർഗം യേശു എന്ന മാർഗമാ. അതുകൊണ്ട് കോട്ടയമലയോട് ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം, അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. അമ്മേ, ദൈവത്തോട് പാപം ചെയ്താൽ മുഖപക്ഷമില്ലാതെ പേരവൻ മായിച്ചു കളയും. പേര് മായിച്ചാൽ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യ നരകം. സ്നേഹിത, ഇത് കെട്ടുകഥയോ കിഴവിക്കഥയല്ല. നിത്യം നരകം, അത് ഭയാനകമാണ്, അത് ഭയങ്കരമാണ്. നിന്റെ കാലടികൾ എങ്ങോട്ട്? നാശത്തിലേക്കോ അതോ നിത്യജീവനിലേക്കോ? പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കരുത്ത് പകരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരവ് ശബ്ദം ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവവചനം ഇത് ജീവനാണ്, ഇത് ശക്തിയാണ്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആമേൻ. ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം, യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം
ദിവ്യമാമുപദേശം യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. പ്രിയരെ, പാപം ചെയ്യാതൊരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ആമേൻ. 1 തീമോഥെയോസിന്റെ ലേഖനത്തിന്റെ 1:15 വായിക്കുന്നു, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന വചനം. യേശുക്രിസ്തു പരീക്ഷയെ ജയിച്ചത് വചനം കൊണ്ടാണ്. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പരീക്ഷകളെ ജയിക്കാൻ ഈ വചനം നിങ്ങൾക്ക് കരുത്തു പകരും. അതുകൊണ്ട് ആമേൻ, ഈ ലോകത്തിൻ്റെ വർദ്ധ്യമായ മൂഢമായ ചിന്തകൾ, ആശയങ്ങൾ ഹൃദയത്തിനകത്ത് താളം പിടിച്ചിട്ട് ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ച് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ നിന്നോ നിത്യതയിൽ നിന്നോ അകന്ന് ലോകമഹിത്വം അകത്തു കയറാതെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ജീവിക്കാൻ കരുത്തു പകരുന്ന ദൈവവചനത്തിൻ ഹൃദയത്തിൽ എനിക്ക് വേണമെന്ന് തുറന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ വചനത്തെ പകരാൻ, വചനം കൊണ്ട് നിറയ്ക്കാൻ ദൈവശക്തനാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു 2026 മുൻ വർഷത്തെ പോലെയല്ല, വചനം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആവശ്യമാണ്, എൻ്റെ നിലനിൽപ്പിന് വചനം ആവശ്യമാണ്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ പകരണമേ. അവൻ വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ കരമൊന്നുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. 3, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. 3, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ആ ഭാഗം പറഞ്ഞ് ഈ രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് വായിക്കാം കൊലോസ്യ ലേഖനം 1:27 വാക്യം. കൊലോസ്യ ലേഖനം 1:27 വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എൻ്റെ പ്രഭാഷണത്തിന്റെ കാതലായ പ്രമേയമാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. പ്രിയ സ്നേഹിത, ലൗകിക രക്ഷകനായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പണം കൊടുക്കണോ? എവിടെയെങ്കിലും പോകണോ? വേണ്ട. എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ മാർഗം. എഫേസ്യ ലേഖനം 3:17 വാക്യം. എഫേസ്യ ലേഖനം 3:17 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരായും കുറിക്കൊള്ളുവിൻ. എഫേസ്യ ലേഖനം 3:17 എഫേസ്യ ലേഖനമാണ്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. കേട്ടോ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. സ്നേഹിത, ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലാണ് ക്രിസ്തു വസിക്കുന്നത്. ക്രിസ്തു വസിക്കാൻ ആമേൻ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം തുറന്നു കൊടുക്കുന്നുവെങ്കിൽ താങ്കൾ ആരുമാകട്ടെ, ഏത് മതസ്ഥനോ, ഏത് ജാതിയിൽപ്പെട്ടയാളോ, ഏത് നിറമോ, ഏത് വർണ്ണമോ, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്ന് സമ്മതിച്ച് ഹൃദയം തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ, അവൻ പാപമേറ്റു പറയാൻ മനസ്സുണ്ടെങ്കിൽ, അവൻ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ അവിടുത്തെ മന്ദിരമാക്കി മാറ്റാൻ ഈ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. അതാണ് കൊരിന്ത ലേഖനത്തിൽ പൗലോസ് പറയുന്നു, യു ആർ എ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളിലാണ് ക്രിസ്തു വസിക്കുന്നത്. പഴയ നിയമത്തിൽ അവൻ എവിടെ വസിച്ചു? അവൻ പുറപ്പാട് പുസ്തകത്തിൻ്റെ 25:8 വായിക്കണ്ട, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് എനിക്കൊരു നിവാസം ഒരുക്കുവിൻ, വിശുദ്ധ നിവാസം. അപ്പോൾ പഴയ നിയമത്തിൽ ക്രിസ്തു വസിച്ചത്, അവൻ ദൈവം വസിച്ചത് അവരുടെ നടുവിലാണ്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ലേഖനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ നടുവിൽ എന്നല്ല, വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്! അച്ഛാ, നമ്മുടെ അകത്താ ക്രിസ്തു വസിക്കുന്നെന്ന്. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയരെ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തു
ആരാണെന്നറിയാമോ? അവൻ്റെ ശ്രേഷ്ഠത നിങ്ങൾ അറിയണം, അവൻ്റെ മഹത്വം അറിഞ്ഞു വേണം ഇന്ന് രാത്രി മടങ്ങാൻ. ക്രിസ്തു ഒരു മിത്തല്ല, ക്രിസ്തു ഒരു മിഥ്യയല്ല, ക്രിസ്തു ഒരു കെട്ടുകഥയല്ല, ക്രിസ്തു ഒരു കിഴവിക്കഥയല്ല, ക്രിസ്തു ഒരു അമ്മൂമ്മ കഥയല്ല, ക്രിസ്തു ത്യാഗോജന മനോഭാവമുള്ള ഒരു കഥാപാത്രമല്ല, ക്രിസ്തു ആരുടെയെങ്കിലും ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥാപാത്രമല്ല. ആരാണ് ക്രിസ്തു? പ്രിയരെ, ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഇന്ന് രാത്രി നമ്മിൽ വസിക്കുന്ന ലോകൈക രക്ഷകനായ ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിച്ച് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയിൽ, അവൻ്റെ മഹത്വത്തിൽ കൊലോസ്യ ലേഖന അധിഷ്ഠിതമായി 3 ചിന്തകൾ ഞാൻ പറയാം. 1, അവൻ സമ്പൂർണതയുള്ളവനാണ്. 2, അവൻ ജയാളിയാണ്. 3, അവൻ പ്രത്യാശ പുരുഷനാണ്. അപ്പോൾ ക്രിസ്തു 1, അവൻ ജയാളിയാണ്. 2, സമ്പൂർണതയുള്ളവനാണ്. 3, അവൻ പ്രത്യാശ പുരുഷനാണ്. 1, അവൻ ജയാളിയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5:5 കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വായിക്കട്ടെ. യോഹന്നാന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രിയരെ, പത്മോസ് എന്ന് പറയുന്നത് ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നത് ജീവനുള്ളവനെ അടക്കം ചെയ്യുന്ന സെമിത്തേരി എന്നാണ്. പക്ഷേ ജീവനുള്ളവനെ അടക്കം ചെയ്യുന്ന സെമിത്തേരിയായ പത്മോസിന്റെ മരണവാതിലുകൾ തുറന്നു കിടക്കുമ്പോൾ അവിടേക്ക് അരിമശിഷ്യൻ, സ്നേഹശിഷ്യൻ യോഹന്നാൻ നാടുകടത്തപ്പെട്ടിരിക്കുന്നത്. ആ യോഹന്നാന്റെ മുൻപിൽ മരണവാതിലുകൾ തുറന്നു കിടക്കുമ്പോൾ തേജസ് വാരിയുടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് യോഹന്നാനോട് പറയും, യോഹന്നാനെ, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. ഞാൻ മരിച്ചവനാണ്, പക്ഷെ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാനോട് പറയുന്നത്, നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന മരണവാതിലുകളെ അടച്ചു പൂട്ടാൻ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്നാണ്. ഈ രാത്രിയിൽ ചിലരോടായി പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന സമയത്തിന് മുൻപേ അവൻ നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന ആ മരണവാതിലുകളെ അടച്ചു പൂട്ടാൻ താക്കോലുള്ളവൻ ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ആകെ കണ്ട് തുറന്ന് കാണുന്നവർ ഈ രാത്രി മൗനമായിരിക്കാതെ. പ്രൈസ് ദി ലോർഡ്. യേശു ജയാളിയാണ്. എന്തിനെയൊക്കെ ജയിച്ചു? 1, മരണത്തെ ജയിച്ചു. യേശു എന്തിന് മരണത്തെ ജയിച്ചു? ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. യേശു എന്തിനാണ് മരിച്ചത്? റോമാലേഖനം 6:10 പാപസംബന്ധമായി മരിച്ചു. യേശു പാപം ചെയ്തിട്ടാണോ? അല്ല. പിന്നെ കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യലേഖനം 5:21 പാപം അറിയാത്തവനെ നമുക്ക് പകരം പാപമാക്കി. അപ്പോൾ നമുക്ക് പകരം പാപമാക്കി, നമ്മുടെ ശിക്ഷ അവൻ്റെ മേൽ ചുമത്തി, എന്നിട്ട് നമുക്ക് പകരം യേശു മരിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്തു. പഞ്ചശക്തികൾ പുറത്ത് കൈകോർത്തു അവൻ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ. പക്ഷേ 3-ാം നാൾ അവൻ കനത്ത കാവലിനെയും റോമൻ മുദ്രയെ തകർത്തുകൊണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ തൊണ്ടപൊട്ടി പ്രസംഗിക്കുന്നത് 6 അടി മണ്ണിനകത്ത് എരിഞ്ഞടങ്ങി ഒരുവനെയല്ല, മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനെയാണ്. അതുകൊണ്ട് എൻ്റെ അകത്തൊരാവേശം, ഇവിടെ മരിച്ചു വീണാലും, തെസ്സലോനിക്ക ലേഖനത്തിലൊരു വാക്യമുണ്ട്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളോടുകൂടെ അവനെയും എഴുന്നേൽപ്പിക്കാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചേ, യേശു മരിച്ചത് പാപസംബന്ധമായി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന്. സ്നേഹിത, മാനവവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ഒരേ ഒരുവൻ അത് യേശുക്രിസ്തുവാണ്. അവിടുന്ന് ഏകരക്ഷിതാവാണ്. യേശുക്രിസ്തു പിശാചിൻ്റെ മേൽ ജയമെടുത്തവനാണ്. അവൻ യേശു മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ, ശക്തിയോടെ. ഒറ്റ ഒരു ചിന്തയും കൂടെ അവിടെ ആഡ് ചെയ്ത് വിടട്ടെ. യേശു വന്നത് മരിക്കാനായിട്ടാണ്. ഹലോ, നമ്മളെല്ലാം വന്നത് എന്തിനാണ്? ജീവിക്കാനാണ്. യേശു വന്നത് മരിക്കാനായിട്ടാണ്. സ്വതന്ത്രം സ്വതന്ത്രം. എൻ്റെ അച്ഛൻ, ജോസ് മാസ്റ്റർ, ഞാനൊരു ചർച്ചിൽ പോയി. അവിടെ ഒരു സൺഡേയിൽ ഒരപ്പച്ചൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, ഇന്നെനിക്ക് 100 വയസ്സായി. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം, ഞാൻ ദീർഘായുസോടിരിക്കാൻ. മച്ചൻ എത്ര വയസ്സുണ്ട്? 100 വയസ്സ്.
നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിക്കാനാണ്. ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി എപ്പോഴും പറയും മരിച്ചാൽ മതി, മരിച്ചാൽ മതി. എന്തിനാണ് ജീവിക്കുന്നത്? മരിച്ചാൽ മതി. ഇങ്ങനെ ഇപ്പോൾ കൊച്ചുമോൻ വിളച്ചിന് പിടിച്ചൊരു ചെറുക്കൻ, അവൻ്റെ ഒരു സോപ്പായിരുന്നത്. അവൻ അവിടെ ഇരുന്നപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ അവൻ അവിടെ ഇരുന്ന ഒരൊറ്റപ്പാട്ട്, ആകെയൽപ്പ നേരം മാത്രം ഒറ്റപ്പാട്ട് പാടിയത്. അമ്മച്ചി സോപ്പ് കയ്യിലിരുന്ന് ഒറ്റ ഏറ് കൊടുത്ത്. പ്രൈസലോ, എന്തിനാണ് പേടിപ്പിക്കുന്നത്? അപ്പം മരിക്കണമെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് എന്തുകൊണ്ട്? സ്വോത്രം, സ്വോത്രം. പക്ഷെ ജീവിക്കാനല്ല മരിക്കാനായിട്ട് ഇറങ്ങി വന്നവൻ ഒരുവൻ, അതാ നാസറേനായ യേശു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മരിച്ചവസാനിച്ചില്ല, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആമേൻ. 2 പിശാചിനെ അവൻ ജയിച്ചു. എവിടെയാ? കാൽവറിയിൽ യേശു മരിച്ചത് ചിലരൊക്കെ എഴുതി പറയുന്നുണ്ട് പരാജയമാണെന്ന്. എൻ്റെ പൊന്നു സുഹൃത്തെ, കാൽവറിയിൽ യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ പിശാച് ആയുധവർഗം വെച്ച് കീഴടങ്ങി അവനെ പരസ്യ കാഴ്ചയാക്കി. എന്നിട്ട് യേശു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന്. യേശുവിൻ്റെ ക്രൂശ് മരണം പരാജയമല്ല. ഉലക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജയഭേരി ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ക്രൂശിലെ മരണമാണ്. സ്വോത്രം. പിശാച് അവൻ്റെ കാൽച്ചുവട്ടിൽ അടിയറവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ലോകത്തെ ജയിച്ചു. ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പാപത്തെ ജയിച്ചു. യേശു വെല്ലുവിളിച്ചു, പാപത്തെക്കുറിച്ച് എനിക്ക് ആർ ബോധം വരുത്തും? പാപത്തെ, ലോകത്തെ, പിശാചിനെ ജയിച്ചവൻ എങ്ങാണ്ടെങ്ങല്ല നമ്മുടെ അകത്തുണ്ട്. പാപത്തെ ജയിച്ചവൻ അകത്തുണ്ടെങ്കിൽ നീ പാപത്തെ ജയിക്കാൻ നിനക്ക് സാധിക്കും. പിശാചിനെ ജയിച്ചവൻ അകത്തുണ്ടെങ്കിൽ നീ പിശാചിനെ എന്തിനാ ഭയപ്പെടുന്നേ? പ്രൈസ് ദി ലോർഡ്. നീ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോ പിശാചേ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഇത് അധികാരമുള്ളൊരു നാമമാണ്. ആമേൻ, ആമേൻ. അകത്താരുണ്ട്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. 2 സമ്പൂർണ്ണതയുള്ളവൻ. അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. സമ്പൂർണ്ണതയുള്ളവൻ. 2 വാക്യങ്ങൾ വായിക്കണം. കൊലോസി ലേഖനം, വേഗത്തിൽ വായിക്കണം. 2-ാം അധ്യായം 9-ാമത് വാക്യം. കൊലോസി ലേഖനം 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണത ദേഹരൂപമായി. അത് വിവരിക്കാൻ സമയമില്ല. സമ്പൂർണ്ണതയുള്ളവൻ. ആ സമ്പൂർണ്ണത മനസ്സിലാക്കാൻ കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. കൊലോസി ലേഖനം 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി. കൊലോസി ലേഖനം 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും അവൻ ആദിജാതന. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. സർവ്വസൃഷ്ടിക്കും അവൻ ആരാണ്? ആദിജാതനാണ്. അപ്പോൾ ആമേൻ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഈ 2 പദങ്ങളെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. എന്താ പ്രതിമ എന്ന് പറഞ്ഞാൽ? പ്രതിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉരുത്തിരിയുന്നത് കല്ലിലോ മണ്ണിലോ മരത്തിലോ ഒക്കെ കൊത്തിയെടുത്ത ഒരു രൂപമെന്നാണ്. പക്ഷേ പ്രതിമ എന്ന പദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എയ്ക്കോൺ എന്നൊരു പദമാണ്. അതിൻ്റെ അർത്ഥം പ്രത്യക്ഷീഭാവം പുലർത്തുക, തനതായതിനെ വെളിപ്പെടുത്തുക, സ്വാഭാവികമായതിനെ വെളിപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന സുന്ദരമായൊരു പദപ്രയോഗം സമത്വമാണ്. യേശുക്രിസ്തു ദൈവത്തോട് സമത്വമുള്ളവനാണ്. സാമ്യമെന്നല്ല, സമത്വമെന്നാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ സാമ്യമുള്ളവനെ അല്ല ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്, സമത്വമുള്ളവനെ. എന്താ ഈ സാമ്യം എന്ന പദത്തോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ കാരണം, ആമേൻ, നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ആളുകൾ വേറെ ഇല്ലേ? ഉണ്ട്. ഈ രാജേഷ് വാസെ കണ്ടപ്പോൾ ഒരു ജെയ്സൺ പാസ് ഉണ്ട് തിരുവനന്തപുരത്ത്. എനിക്ക് പെട്ടെന്ന് പുള്ളിയാണ് ഓർമ്മ വന്നത്. പാസെ പോലെ ഇരിക്കുക. എന്നെ പോലെ ഇരിക്കുന്ന ആളുകൾ വേറെ. എൻ്റെ ചിലർ കാണുമ്പോൾ ഒരു ഷാളൂടെ ഇട്ട് കഴിഞ്ഞാൽ ആളെ അറിയത്തില്ലെന്ന്. അപ്പോൾ എന്നെ പോലെ ഇരിക്കുന്ന ആളുകൾ വേറെ, നിങ്ങളെപ്പോലെ ഇരിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ യേശു പകരം വെക്കാനില്ലാത്തവൻ, തുല്യം ചൊല്ലാനില്ലാത്തവൻ, ഏക സത്യദൈവം,
കുറച്ചുകൂടെ പറഞ്ഞാൽ ഏക സത്യ ദൈവമാരോ ആ ദൈവമാണ് യേശുക്രിസ്തു. ഇന്ന് പ്രസംഗിക്കാൻ ഞാൻ വന്നില്ലെങ്കിൽ പകരം പ്രസംഗിക്കാൻ ആള് വരും. പാടാൻ ഇവിടെ ആള് വന്നില്ലെങ്കിൽ പകരത്തിന് ആള് വരും. പക്ഷെ പകരം വെക്കാനില്ലാത്ത, തുല്യം ചൊല്ലാനില്ലാത്ത ഏക സത്യ ദൈവമാരോ ആ ദൈവമാണ് യേശുക്രിസ്തു. മൈക്കൊന്ന് അകത്തി പറയട്ടെ, ദൈവങ്ങളിൽ ഒരു ദൈവമെന്നല്ല, ദേവന്മാരിൽ ഒരു ദേവനെന്നല്ല, ഏക സത്യ ദൈവമാരോ ആ ദൈവമാണ് യേശുക്രിസ്തു. ഇന്ന് രാത്രിയിൽ ആ ദൈവം എങ്ങല്ല വസിക്കുന്നത്. എൻ്റെ ആകത്തുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. സ്തോത്രം. 2, അവൻ ആ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതൻ എന്നതിന് അവൻ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പ്രോട്ടോട്ടോക്കോസ് എന്ന സകലത്തിന് മുൻപേ ഉള്ളവനെന്നാണ്. സകലത്തിന് മുൻപേ ഉള്ളവൻ. സ്തോത്രം. സകലത്തിനും ആദിയായവൻ, സകലത്തിനും അധികാരമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഉണ്ടായെന്നല്ല. എൻ്റെ പ്രഭാഷണത്തിൽ ഞാനതിന് പറയാറുള്ളൊരു പദം ഇവിടെയും ആവർത്തിക്കുന്നു. അവനിൽ മാത്രം പൂർവാസ്തിക്യമുണ്ട്. പ്രീ എക്സിസ്റ്റൻസ് ആണ് പൂർവാസ്തിക്യം. അബ്രഹാമിന് മുൻപേ ഉണ്ടായിരുന്നവൻ, കാലത്തിന് മുൻപേ ഉണ്ടായിരുന്നവൻ, സകലത്തിന് മുൻപേ ഉണ്ടായിരുന്നവൻ, വിത്തൗട്ട് എ ബിഗിനിങ്, ആരംഭമില്ലാത്തവൻ, സ്നാപക യോഹന്നാന് മുൻപേ ഉണ്ടായിരുന്നവൻ. പൂർവാസ്തിക്യം ഉലകത്തിൻ്റെ കീഴിൽ അവൻ അവകാശപ്പെടാനെന്നല്ല, അങ്ങനെ ഉള്ള ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. അതുകൊണ്ട് പൂർവാസ്തിക്യമുള്ളവൻ. 2, അവൻ നിത്യാസ്തിക്യമുള്ളവന്. എന്താ നിത്യാസ്തിക്യം? എറ്റേണൽ എക്സിസ്റ്റൻസ്. നിത്യാസ്തിക്യം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിനും ഭാവികാലത്തിനും അവനിൽ പ്രസക്തിയില്ല. നിത്യ വർത്തമാന കാലസ്ഥനായവൻ, അനന്യനായവൻ. അവൻ അനന്യനായവൻ, മാറ്റമില്ലാത്തവൻ, മാറാത്തവൻ, മാറ്റം ഭവിക്കാത്തവൻ, നിത്യാസ്തിക്യമുള്ള ഒരുവൻ അത് യേശുക്രിസ്തുവാണ്. അവൻ 3, അവൻ സ്വയാസ്തിക്യമുള്ളവന്. എന്താ സ്വയാസ്തിക്യം? ബാഹ്യ കാരണങ്ങൾ കൂടാതെ തന്നിൽ തന്നെ അവൻ ആസ്തിക്യ കാരണമുള്ളവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ശക്തി കൊണ്ട് ശക്തിപ്പെടുന്നവനല്ല, നിങ്ങൾ കൊടുക്കുന്ന ജീവൻ കൊണ്ട് ജീവൻ പ്രാപിക്കുന്നവനല്ല യേശു. അശക്തനായ നീ അടുത്തു ചെല്ലുമ്പോൾ നിന്നെ ശക്തനാക്കുന്ന സർവശക്തനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് അവൻ്റെ സ്വാഭാവിക ഗുണലക്ഷണത്തിൽ അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, നിത്യനായ ദൈവമാ. അതവൻ്റെ മഹത്വമാണ്. ദൈവം മഹത്വമാണ്. അതവൻ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. എന്നാൽ അവൻ്റെ സ്നേഹം, ദയ, വിശ്വസ്തത, ഇതൊക്കെ ധാർമ്മിക ഗുണലക്ഷണങ്ങൾ അതവൻ നമ്മിലേക്ക് കൈമാറുന്നു. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആവേശത്തോടെ പറയട്ടെ, സ്വയാസ്തിക്യമുള്ള, പൂർവാസ്തിക്യമുള്ള, നിത്യാസ്തിക്യമുള്ള ആ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് രാത്രിയിൽ സ്നേഹിത നമ്മുടെ അകത്തുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ വസിപ്പാനായി ഇറങ്ങി വരുന്നത് ഈ കർത്താവത്രേ. സങ്കല്പത്തെ ചുമക്കുന്നവരല്ല കേട്ടോ, ആശയങ്ങളെ അല്ല, ഏക സത്യ ദൈവമായ സാക്ഷാൽ യേശു ക്രിസ്തു. പൂർവാസ്തിക്യവും നിത്യാസ്തിക്യവും സ്വയാസ്തിക്യവും ഉലകത്തിൻ്റെ കീഴിലുള്ള ഏക സത്യ ദൈവമായവൻ, അതെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ അവൻ വസിക്കുമ്പോൾ അവൻ ഈ രാത്രിയിൽ വിശ്വസിക്കുന്ന സ്നേഹിത, ഹൃദയം തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ ദൈവമാണ് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി സ്ഥാനം കൊടുക്കുമോ? ഈ ദൈവത്തിനായി നിന്റെ ഹൃദയം തുറക്കുമോ? വർണ്ണിക്കാൻ കഴിയാത്ത അവർണ്ണനീയവും അനവചനീയമായ അനർഗള നിർഗളം ഒഴുകുന്ന തേജസ്സിന്റെ പ്രഭ അവൻ വാരിച്ചുറ്റി ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് നടകൊണ്ടുകൊണ്ടിരിക്കുന്ന അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമൈതലേ, ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. വാക്കുകൾക്ക് അതീതനായവൻ, ഭാഷകൾക്ക് അതീതനായവൻ, വർണ്ണനകൾക്ക് അതീതനായവൻ, ഉയരത്തിൽ ഉന്നതനായവൻ ഇന്ന് രാത്രി ഈ താണഭൂതലത്തിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമൈതലേ, എത്ര പേർക്കും രാത്രിയിൽ ആർപ്പിട്ടവനെ സ്തുതിക്കാൻ മനസ്സാ. ഓ രാധാരാധന അധുരാ മനസിയ അർത്ഥനാരകൾ ഖരാജനാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ദൈവത്വത്തിന്റെ സമ്പൂർണതയുള്ളവൻ എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല. എൻ്റെ വാക്കുകൾക്ക് അതിന് പരിമിതിയുണ്ട്, എൻ്റെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്, എനിക്ക് ശക്തിയില്ല അവന്റെ മഹത്വം ഇവിടെ വർണ്ണിക്കാൻ. അത്രയ്ക്ക് ഉന്നതനായ, അത്രയ്ക്ക് ശ്രേഷ്ഠനായ, മഹത്വത്തിൽ അധിവസിച്ച, തൃത്വത്തിൽ രണ്ടാമനായ, അവൻ പരിശുദ്ധ രണ്ടാമനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, ഏക സത്യമായ ദൈവം, ഏക രക്ഷകനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവിടുന്ന് ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയരെ, ഈ പ്രപഞ്ചത്തിൽ പ്രസരിക്കുന്ന പ്രകാശമെല്ലാം പ്രപഞ്ച പ്രജാപന്റെ പ്രദീപ്ത പ്രഭാവത്തിൽ നിന്ന് പ്രാദുർഭവിക്കുന്ന പ്രഭയാണ് പ്രകാശമെങ്കിൽ, അന്ധകാര ശക്തിയുടെ പ്രചണ്ഡമായ പ്രകരമേറ്റ് പ്രജ്ഞയേറ്റ് പാപാന്ധതയുടെ അടിത്തലത്തിൽ അടിയുറഞ്ഞു പോയ അഖില കോണിലുമുള്ള അഖില കോടി ജനസഹസ്രങ്ങളുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി അനന്തത വെടിഞ്ഞ് അവനിയിലേക്ക് ആഗമിച്ച ആത്മരക്ഷകനും ആത്മരൂപിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സപ്തപ്രഭയുടെ സാരാംശമായ സത്യസനാതനായവൻ വിൺപുരിയിൽ നിന്ന് മാനവാകാരം പൂണ്ട് ഈ മൺപുരിയിൽ അവതരിച്ചവർ ഏകരക്ഷിതാവായ ലോകരക്ഷിതാവായവൻ അമ്പര ചുംബികളായ മണിമേഢകളിലല്ല, മറ്റു പാവുകളിലല്ല, വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ വസിക്കാനായി ഇറങ്ങി വരുന്ന ഈ മഹാദൈവത്തിന് ഇന്ന് രാത്രി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കാൻ ഈ രാത്രി മനസ്സുണ്ടെങ്കിൽ ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം, ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം, ഇതുവരെ അനുഭവിക്കാത്ത ആശ്വാസം ഈ ക്രിസ്തുവിലൂടെ വെളിപ്പെടാൻ പോകുക. സമാധാനത്തിന് വേണ്ടി കൊതിച്ചില്ലേ? സന്തോഷത്തിന് വേണ്ടി കൊതിച്ചില്ലേ? ആശ്വാസത്തിന് വേണ്ടി കൊതിച്ചില്ലേ? അത് ഈ ക്രിസ്തുവിലുണ്ട്. ഈ ക്രിസ്തുവിന്റെ ഹൃദയം തുറക്കുന്നെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം, ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം, ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ആശ്വാസം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. ആമേൻ സ്നേഹിത, ശാപങ്ങൾ മാറുന്ന രാത്രിയാണ്, ഊരാക്കുടുക്കുകളുടെ കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്, മുഖങ്ങൾ തകരുന്ന രാത്രിയാണ്, ബന്ധനങ്ങൾ തകരുന്ന രാത്രിയാണ്. അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്, നിന്റെ കഷ്ടതകൾക്ക് അറുതി വരുത്തുന്ന രാത്രി, നിന്റെ രോഗത്തിന്റെ വെല്ലുവിളികൾക്ക് അറുതി വരുത്തുന്ന രാത്രി, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രി, പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രി, നരകത്തിന്റെ വായ്ക്കകത്തു നിന്ന് നിന്നെ വിടുവിക്കുന്ന രാത്രി. പാപത്തിന്റെ ഭയങ്കര ശക്തികൾ നിന്റെ വീട്ടിനകത്ത് കൊടികുത്തി വാഴുകയാണ്. ഇരുളിന്റെ ആധിപത്യങ്ങൾ നിന്റെ വീട്ടിനകത്ത് ഉറഞ്ഞു തുള്ളുകയാണ്. ആത്മഹത്യകളും നിരാശകളും കഷ്ടതകളും ഇന്ന് രാത്രിയിലെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിനായി നിന്റെ ഹൃദയം തുറക്കാൻ മനസ്സുണ്ടോ? മരണത്തിന്റെ തണുത്തുറഞ്ഞ കരങ്ങൾ എപ്പോഴാണ് നിന്നെ തൊടുന്നതെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. നരകം ഭയാനകരമാണ്, ഭീകരമാണ്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകത്തിനോ നീ ജീവിക്കുന്നത്. അരുത്, ഇത് സുപ്രസാദ കാലമാണ്, ഇന്ന് രക്ഷാദിവസമാണ്. ഇത് നീ പ്രയോജനപ്പെടുത്ത്. ഈ ക്രിസ്തുവിനായി നിന്റെ ഹൃദയം തുറന്നു കൊടുക്ക്. സ്തോത്രം. അവനിൽ സമാധാനമുണ്ട്. അവന്റെ വചനം നിന്നെ ജീവിപ്പിക്കുന്നതാണ്. ഈ ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. അവിടുന്ന് ഒരു കെട്ടുകഥയോ കിഴവിക്കഥയല്ല. സ്തോത്രം. ഏകസത്യ ദൈവമായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഹൃദയം തുറക്കുന്നെങ്കിൽ ഉപാധികൾ കൂടാതെ നിന്റെ ഹൃദയത്തിലേക്ക് അവൻ ഇറങ്ങി വരുന്നൊരു രാത്രി. ദൈവപൈതലേ, അവൻ പ്രത്യാശ പുരുഷനാണ്. എന്താ നമ്മുടെ പ്രത്യാശ? മഹത്വമാണ്. ഏതാണ് മഹത്വം? നമ്മുടെ കർത്താവിനോട് കൂടെയുള്ള വാസം. ഇന്ന് വിശ്വാസത്താൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അക്ഷരികമായി നാം അവനെ കാണും. വിശ്വസിക്കുന്ന എല്ലാവരെയും കണ്ണുകൾ അടച്ചാട്ടെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം സ്തോത്രത്തോടെ അതാത് സ്ഥാനത്ത് എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാം. ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ഹൃദയം തുറക്കാൻ മനസ്സുണ്ടോ? ക്രിസ്തുവിന്റെ വചനം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്.
പാപം കൂടാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വചനം നിങ്ങളെ സഹായിക്കും. ഈ ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയം തുറക്കാൻ ഇന്ന് രാത്രി മനസ്സുണ്ടോ? ഇതുവരെയും ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു അവസരമാണ്. എൻ്റെ ഹൃദയം യേശുവിനായി തുറക്കുന്നു. എത്ര വർണ്ണിച്ചാൽ തീരാത്ത ശ്രേഷ്ഠനായ ഈ ക്രിസ്തുവിനായി മാത്രം 2026 മുതൽ ഇനിയുള്ള ജീവിതം ഈ ക്രിസ്തുവിനായി മാത്രം, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട യേശു മാത്രം മതി. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളായി ഭാരപ്പെട്ട് നിരാശയോട് വേദനയോട് രാത്രി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന രാത്രി. കാൽവറിയിൽ ഒഴുകി ഇറങ്ങിയ രക്തത്തിന്റെ വിടുതൽ ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ട്. ദുഃഖങ്ങളെ തകർത്ത് ചങ്ങലകളെ പൊട്ടിച്ച് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രി അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ്, എല്ലാവരും പൊന്നണിമാലയവൻ എനിക്കു തരും ശുദ്ധവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമന്ന്. പൊന്നണിമാലയവൻ എനിക്കു തരും ശുദ്ധവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ ആയിരമാണ്ടു വസിക്കുന്നവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ ആയിരമാണ്ടു വസിക്കുന്നവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ വിവേകമോ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ വിവേകമതി വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. കഷ്ടതയെ സഹിച്ചവരിൽ കല്ലേറടിയേടി കൊണ്ടുമരിച്ചവരന്ന് മശിഹായോടു വാഴുമനാട്ടെ. കഷ്ടതയെ സഹിച്ചവരിൽ കല്ലേറടിയേടി കൊണ്ടുമരിച്ചവരന്ന് മശിഹായോടു. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട് ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവീടെ. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ ജീവമരങ്ങളും
പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ